ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ BBAയുടെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇവിടെ നോക്കുന്നത്. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ്. ജസ്റ്റ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതിൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷനോ അല്ലെങ്കിൽ മീനിങ്ങോ നിങ്ങൾ പഠിക്കുക. അതിൽ മെയിനായിട്ട് 4 തരത്തിലെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിരിക്കും. വെൽഫെയർ, സ്കെയോസിറ്റി ആൻഡ് ഗ്രോത്ത് ഡെഫിനേഷൻ ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഡെഫിനേഷൻ അത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇന്ന് ഡെഫിനേഷൻ വേണമെങ്കിൽ ഗ്രോത്ത് ഡെഫിനേഷൻ അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഇനി മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മോഡേൺ ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡേൺ ഡെഫിനേഷനിൽ പറയുന്നത് സാമുവൽസൺ ഡെഫിനേഷൻ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി ടു എംപ്ലോയ് scarce productive resources which could have alternative uses to produce various commodities over time and distribute them for consumption now in the future among people and groups of society. We can സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ പ്രധാനമായിട്ടും എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച് സ്റ്റഡിയാണ്, എങ്ങനെയാണ് ഓരോ ആളുകളെയും സൊസൈറ്റി ചൂസ് ചെയ്യുന്ന വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി അല്ലെങ്കിൽ സ്കെയർസായി പ്രൊഡക്റ്റീവ് റിസോഴ്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റീവ് യൂസ് നടത്താൻ പറ്റും, വേരിയസ് കമ്മോഡിറ്റീസ് ആവശ്യാനുസരിച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഡെഫിനേഷനൊക്കെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഓരോ വെൽഫെയർ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചോദിക്കുക മാനേജറിയൽ എക്കണോമിക്സ് ആണ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഒരു 2 ബ്രാഞ്ച് എന്താ ചോദിച്ചാൽ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ആണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ മൊത്തത്തിൽ എല്ലാറ്റിനെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. കാരണം അത് ലാർജ് എന്നുള്ളൊരു മീനിങ് ആണ് മാക്രോന്. അപ്പോൾ അവിടെ എന്തിനെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്, മൊത്തം സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക് ആണ്. ഇപ്പോൾ നാഷണൽ ഇൻകം, ഗ്രോസ് നാഷണൽ ഔട്ട്പുട്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, എല്ലാറ്റിൻ്റെയും ടോട്ടൽ, അഗ്രിഗേറ്റ് സപ്ലൈ, ജനറൽ പ്രൈസ് ലെവൽ, അങ്ങനെ എല്ലാവരും കൂടി ചേരുമ്പോൾ അത് മാക്രോ എക്കണോമിക്സ് ആയി. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്ന പേര് തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് ഇവിടെ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാം കൂടി ആകുമ്പോഴാണ് മാക്രോ. അതിലത്തെ ഓരോന്നിനെയും നമ്മളെടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഒരു ഫേമിനെ, ഒരു കൺസ്യൂമറിനെ, ഒരു ഫേമിനെ, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെയാണ് മൈക്രോ എക്കണോമിക്സ്. അതായത് ഒരു സ്മോൾ പാർട്ട് മാത്രം എടുക്കുക, ഒരു കോമ്പോണൻറ്റ്, മൊത്തം എക്കോണമിയുടെ ഒരു കോമ്പോണൻറ്റിനെ അനലൈസ് ചെയ്യുക. അപ്പോൾ അതിന് 3 സെൻട്രൽ പ്രോബ്ലംസ് ആണ് അവിടെ ചോദിക്കാറുള്ളത്. ഒന്ന്, എന്ത്, എങ്ങനെ, ആർക്ക് വേണ്ടി, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി. ഈ 3 ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ടെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സിംഗിൾ എക്കണോമിക് യൂണിറ്റിനൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ കൺസ്യൂമർ. അപ്പോൾ അതിനെ പറഞ്ഞ വേറൊരു പേര് പ്രൈസ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് ഫേം എന്നാണ് പറയുന്നത് മൈക്രോ എക്കണോമിക്സിൽ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താ നോട്ട് ചെയ്യുക. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മാനേജറിയൽ എക്കണോമിക്സ് ആണ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇവിടെ അതിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിച്ച അക്കോർഡിംഗ് ടു സ്പെൻസർ ആൻഡ് സീഗൽമൻ, മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ് ഫോർ ദ പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മാനേജ്മെൻറ്റ്. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ എക്കണോമിക് തിയറിയും അതിൻ്റെ ഒപ്പം തന്നെ ബിസിനസ് പ്രാക്ടീസും രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോർമാറ്റാണ്, ഒരു പ്രാക്ടീസാണ് ഇവിടെ കൊടുക്കുന്നത്. എന്തിനു വേണ്ടി അങ്ങനെ രണ്ടിനും കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ബിസിനസ് പ്രാക്ടീസിനൊപ്പം എക്കണോമിക് തിയറി കൊടുക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആവാൻ, അതേപോലെ തന്നെ ഫോർവേഡ് പ്ലാനിങ് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യാനൊക്കെ മാനേജ്മെൻറ്റ് വളരെ ഹെൽപ്ഫുൾ ആവാനാണ് മാനേജറിയൽ എക്കണോമിക്സ് വന്നിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒന്ന് മൈക്രോ എക്കണോമിക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം നോർമാറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും എന്താണ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്, എന്താണ് ശരി എന്താണ് തെറ്റ് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ മാനേജ്മെൻറ്റിന് ഷുഡ് ഡു അണ്ടർ പെർട്ടിക്കുലർ ഓരോ സർക്കംസ്റ്റൻസസിലും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റുക. കാരണം അത് ഒരു എൻ്റർപ്രൈസിൻ്റെ ഗോള് ഡിറ്റർമിൻ ചെയ്യാൻ പ്രധാനമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഗോൾസ് എല്ലാം
അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് അവിടെ ഒരു നോർമാറ്റീവ് സയൻസ് എന്ന് പറയാൻ കാരണം അത് പ്രാഗ്മാറ്റിക് ആണ്. പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മെയിൻ എക്കണോമിക് തിയറി മോർ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുക. കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാനേജറിയൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിലും ഇതെങ്ങനെയാണ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതാണ്. സൊല്യൂഷൻസ് കൊടുക്കണം ബിസിനസ് പ്രോബ്ലംസിന്. മാക്രോ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. തിയറി ഓഫ് ഫേം എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. എല്ലാറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിസിപ്ലിൻ തന്നെയാണ്. മൾട്ടി ഡിസിപ്ലിനറി പറയാൻ കാരണം നമുക്ക് ഈ ഒരു എക്കണോമിക്സ് എന്ന് പറയുന്നത് മാറ്റി നിർത്താൻ പറ്റുന്നില്ല. മാത്തമാറ്റിക്സിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ഓപ്പറേഷൻ റിസർച്ചിലും ഡെസിഷൻ മേക്കിങ്ങിലും അക്കൗണ്ട്സിലും ഫിനാൻസും മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ പേഴ്സണൽ എല്ലാറ്റിനോട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആർട്ട് ആൻഡ് സയൻസ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു മാനേജറിയൽ എക്കണോമിക്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, എന്താണ് മാനേജറിയൽ എക്കണോമിക്സ്, അതിൻ്റെ നേച്ചർ. ഇനി എവിടെയൊക്കെ അതിന് സാധ്യതകളുള്ളത്? ഒന്ന്, എവിടെയാണോ നമ്മൾ ഡിമാൻഡിനെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം നമുക്ക് ഈ ഒരു എക്കണോമിക്സ് ആവശ്യമാണ്. ഡിമാൻഡ് തിയറിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ്. ഗുഡ്സ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, മാർക്കറ്റിൽ എത്ര ഡിമാൻഡ് ഉണ്ട്, അതിനെ അനലൈസ് ചെയ്യണം. ആ ഡിമാൻഡ് അനലൈസ് ചെയ്തിട്ട് അതിനാണ് നമ്മൾ അവിടെ ഡിമാൻഡ് തിയറിയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അതിൽ കൺസ്യൂമറുടെ ബിഹേവിയറിനെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഡിമാൻഡ് തിയറീനെ നമുക്ക് അറിയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് ഒരു ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ്. നമ്മളൊരു ഫേമിൽ എത്ര പ്രൊഡക്ഷൻ നടത്തണം, അതിന് എന്ത് ചിലവ് വരുന്നുണ്ട്, നമ്മുടെ കയ്യിൽ റിസോഴ്സുകൾ ഉണ്ടോ, എങ്ങനെയാണ് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. കോസ്റ്റ് അനാലിസിസ് പ്രധാനമായിട്ടും പ്രോഫിറ്റ് പ്ലാനിങ്ങിനും കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും നല്ലൊരു പ്രൈസിങ് പ്രാക്ടീസ് കൊണ്ടുവരാനൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രൈസിങ് പോളിസികളുണ്ട്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കാൻ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യലാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മാർക്കറ്റിൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, കൺസ്യൂമർ അത് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ റെഡിയാണോ, അവർക്ക് അതിനുള്ള നീഡ് ഉണ്ടോ, റവന്യൂ ഏർണിങ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. മാർക്കറ്റ് കണ്ടീഷൻ, പ്രൈസിങ് മെത്തേഡ്, പ്രൈസിങ് ഫോർകാസ്റ്റിങ്, ഒരു ഫേമിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ഫെയിലിയറോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്ന പ്രൈസ് ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ മാർക്കറ്റിനെ ഒന്ന് സ്റ്റഡി ചെയ്യുക. നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ പൊതുവെ എങ്ങനെയാണ് അതിൻ്റെ കോമ്പറ്റീഷനും ആളുകളുടെ ആവശ്യങ്ങളും അവരെ അഫോർഡബിളായിട്ടും അവരുടെ ഇൻകം സ്റ്റൈല് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാം. പിന്നെ പ്രോഫിറ്റ് മാനേജ്മെൻ്റ് ആണ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിന് പ്രധാനമായിട്ടും വേണ്ടത് എന്താണ്? മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാമെന്നാണ്. ഫ്യൂച്ചർ കോസ്റ്റും റവന്യൂസും ഒക്കെ എന്താണ്? അൺസർട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു പ്രോഫിറ്റ് പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. അത് ഡിഫിക്കൾട്ടാണ് ചെയ്യാനെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു ഘടകമാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. എങ്ങനെയാണ് നമ്മുടെ ഫണ്ടിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡിസിഷൻ എടുക്കാൻ വേണം. ഇൻവെൻട്രീനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതായത് പ്രധാനമായിട്ടും ഒരു ഐഡിയൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവരുത്. ഇൻവെൻട്രി ലോ ആവാനും പാടില്ല. പ്രൊഡക്ഷന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാവരുത്. സ്കേഴ്സിറ്റി ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. സ്റ്റോക്ക് അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രൈസും എല്ലാം അതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം. റെഗുലർ ഫ്ലക്ച്വേഷൻസ്, എക്കണോമിക് ആക്ടിവിറ്റി, രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഡിപ്രഷനും റിക്കവറിയും അതേപോലെ പ്രോസ്പെരിറ്റി സ്റ്റേജും ബൂം ആൻഡ് റിസഷൻ സ്റ്റേജിലൊക്കെ നമുക്ക് ആവശ്യമാണ് ഇതിനൊരു മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഒരു കാര്യം സ്കോപ്പ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് സ്ട്രാറ്റജികൾ, തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് MNCസിൻ്റെയൊക്കെ എമർജൻസി വന്നോട് കൂടിയിട്ട് ഭയങ്കരമായിട്ടൊരു സ്കോപ്പാണ് ഇതിന് വന്നിരിക്കുന്നത്. ലോങ് ടേം ഡിസിഷനൊക്കെ ഇവിടെ എടുക്കണം. അതേപോലെ തന്നെ ഇത് ഇമ്പാക്റ്റ് ഒരു ഫേമിൻ്റെ ബിഹേവിയറിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആൻഡ് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ളൊരു സ്ട്രാറ്റജി കൂടി അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 9 മേഖലയിലാണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്, ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്, തിയറി, ടൂൾസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ പറഞ്ഞാൽ വേറൊരു പേരാണ് ആൾട്ടർനേറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏത് കാര്യം നമ്മൾ തീരുമാനം എടുക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അതിൽ നമ്മളൊരു ബെസ്റ്റ് വണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു 4 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒന്ന് സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ബാക്കി 3 ഒഴിവാക്കേണ്ടതായിട്ട് വരികയാണ്. അത്തരത്തിൽ വരുന്ന കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എനിത്തിങ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ. അപ്പം നമ്മൾ എന്തിനെയാണോ ഒഴിവാക്കിക്കൊണ്ട് ഒന്നിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം ഉണ്ടാവുന്ന ആ ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഫോർ ഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി, നമ്മളൊരു ഓപ്പർച്യൂണിറ്റീനെ അവിടെ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന കോസ്റ്റാണ്. ഇനി ഇതിൽ ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇൻക്രിമെൻ്റലീസ് ആണ്. ഇവിടെ എന്ന് പറയുമ്പം ഇൻക്രിമെൻ്റൽ റീസണിങ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡെസിഷൻ ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഒന്നിലധികം ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ഇൻക്രിമെൻ്റൽ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻക്രിമെൻ്റൽ കോസ്റ്റും ഇൻക്രിമെൻ്റൽ റവന്യൂ ആണ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൽ വരുന്ന ചേഞ്ച്, ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരുന്ന ചേഞ്ചാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. നമ്മൾ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയോ ഔട്ട്പുട്ടിൻ്റെയോ ഒക്കെ അതിന് വ്യത്യാസം അനുസരിച്ചുകൊണ്ട് ടോട്ടൽ കോസ്റ്റിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിന് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റവന്യൂവിൽ ചേഞ്ചസ് വരികയാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ റിസൾട്ട് ചെയ്യുന്നത് ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ടോ പ്രൈസോ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടോട്ടൽ റവന്യൂ ചേഞ്ച് ആവുന്നതിനാണ് ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു തിയറി റിലേറ്റ് ചെയ്തിരിക്കുന്ന മാർജിനൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ തിയറി ഓഫ് പ്രൈസിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടൈം പെർസ്പെക്റ്റീവ് ആണ്. എക്കണോമിക് തിയറിയിൽ സമയത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട് പ്രൈസിങ് നടത്തുമ്പം. അതിൽ ടൈം വാല്യൂ തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. കാരണം 4 മാർക്കറ്റ് ഫോംസ് ആണ് ഇതിൽ ടൈമിനെ ബേസ് ചെയ്ത് വരുന്നത്. കാരണം വെരി ഷോർട്ട് പീരീഡ് പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ, ഒരു ദിവസം. ഷോർട്ട് പീരീഡ് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്, അതിൻ്റെ സെക്യുലർ പീരീഡ്, അങ്ങനെ ഒരു 4 സമയത്തിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ പറയുന്നത്. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇഫക്റ്റ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഡിസിഷൻ എടുക്കേണ്ടി വരും റവന്യൂ കോസ്റ്റിൻ്റെയൊക്കെ ബേസിൽ. അതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് വരുന്നുണ്ട്. അതായത് ഫ്യൂച്ചർ മണീനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കാണും ടു മേക്ക് ഇറ്റ് ഈക്വലൻ ടു പ്രസൻറ്റ് മണി. ഇപ്പോഴത്തെ 1 രൂപ നാളത്തെ എത്ര രൂപയ്ക്ക് തുല്യമാണ്, അല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടുന്ന 100 രൂപ ഇന്നത്തെ എത്ര രൂപയ്ക്ക് തുല്യമാണെന്നുള്ളതിന് അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിളാണ്. ഇവിടെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിളാണത്. അതായത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ടിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്, ഏത് മാനറിൽ അലോക്കേറ്റ് ചെയ്യണം, അപ്പോഴാണ് വാല്യൂ ആഡ് ചെയ്ത് കിട്ടുന്നത്. ആ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻപുട്ടിലും കൂടിയിട്ട് ഒരേപോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നെക്സ്റ്റ് പറയുന്ന മോഡൽസ് തിയറീസ് ഓർ ഓൺ ഒബ്ജക്റ്റീവ് ഓഫ് ഫേം. അതിൽ കാര്യമായിട്ട് നോക്കാനില്ല. ഇനി നോക്കാനുള്ള തിയറി ഓഫ് വാല്യൂ മാക്സിമൈസേഷൻ ആണ്. എന്താ വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിൻ്റെയും ഒരു ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവും ഏതൊരു ഫേമിൻ്റെയും. വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഓഫ് ഫേം ടു മാക്സിമൈസ് വാല്യൂ ഓഫ് ദ ഫേം ആസ് മെഷർഡ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ വാല്യൂ റേസ് ചെയ്യാം. അതായത് മാക്സിമൈസ് ദ മാർക്കറ്റ് വാല്യൂ ഓർ ദ ഫേം ഷെയർ. ഒരു മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് എത്രത്തോളം നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നു അതിനകത്തിന് വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ വാല്യൂ എന്ന് പറയുമ്പോൾ ബുക്ക് വാല്യൂ ആവാം, മാർക്കറ്റ് വാല്യൂ ആവാം, ലിക്വിഡേറ്റിംഗ് വാല്യൂ, ഗോയിങ് കൺസേൺ വാല്യൂ, ഇങ്ങനെ ഏത് വാല്യൂവിൻ്റെ മുകളിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. വാല്യൂ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ ഫേം. ഒരു ഫേമിൽ നമ്മൾ എന്താണോ ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ഫ്ലോസ് എപ്പോഴും അതിൻ്റെ പ്രോഫിറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വാല്യൂ മാക്സിമൈസേഷൻ്റെ മോഡലൊക്കെ ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. അതൊന്നും കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇവിടെ ചെയ്യാണ്ടാവില്ല. ഇനി ഈ വാല്യൂ മാക്സിമൈസേഷൻ്റെ ലിമിറ്റേഷനാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്. ഇതൊരു അൺറിയലിസ്റ്റിക് ആണെന്ന് പറയുന്നത്. കാരണം ഇവിടെ മാക്സിമൈസിങ് ഷോർട്ട് റൺ പ്രോഫിറ്റ് ഓർ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫേം ആണ് ചെയ്യാൻ പറ്റുള്ളൂ. കൺസിഡർ ഹയർ പ്രോഫിറ്റ് അലോൺ ദ സോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം. നമുക്ക് ലോങ് പീരീഡിലേക്കൊക്കെ ചെയ്യാമെന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ചേഞ്ചസ് അവിടെ വരുന്നതുകൊണ്ട്
അതൊരു റിയലിസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രൊമോട്ട്സ് ദെയർ ഓൺ ഇൻട്രസ്റ്റ്. ഇവിടെയൊക്കെ അവനവൻ്റെ ആ ബിസിനസ് ഫോമിൻ്റെയൊക്കെ താല്പര്യത്തിനനുസരിച്ചാണ് അവർ ഡെസിഷൻ മേക്കിങ്ങും മാനേജേഴ്സ് ഡ്രൈവ് ചെയ്യുന്നതും അവർ ഓൺ ഇൻട്രസ്റ്റൊക്കെ പ്രസ്റ്റീജ് ലിഷർ പവർ ഇതിൻ്റെയൊക്കെ ബേസിലാണ് ചെയ്യുന്നത്. ലുക്ക് ഫോർ സാറ്റിസ്ഫാക്ടറി പെർഫോമൻസസ്. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് മാനേജേഴ്സ് ആർ നോട്ട് ഏബിൾ ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഈവൻ ഇഫ് ദേ സോ ഡിസയർ. അവർക്കത് ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ അവരത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല. അപ്പോൾ അവരുടെ ഒപ്പീനിയനിൽ പറഞ്ഞ മാനേജേഴ്സ് ഓൺലി സാറ്റിസ്ഫൈഡ് എപ്പോൾ മാത്രമാണ് അറ്റംപ്റ്റ് ടു ഹാവ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് അവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ പ്രോഫിറ്റ്, സെയിൽ, മാർക്കറ്റ് ഷെയർ, ഗ്രോത്ത് ഇതെല്ലാം ഒരു പർട്ടിക്കുലർ ലെവലിൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ലെവലിൽ വരുമ്പോൾ മാത്രമാണ് അവർ ഓക്കെ ആവുന്നത്. പിന്നെ ഒരു ബാഡ് ബിസിനസ് പ്രാക്ടീസ് ആണെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. കാരണം ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസൊക്കെ ചിലപ്പം അവിടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കസ്റ്റമറെ ശരിക്കും മറന്നുകൊണ്ടുള്ളൊരു ആക്ടിവിറ്റി. കാരണം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരുടെ ഷെയർ ഹോൾഡറുടെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ വാണ്ട് എന്താണ്, നീഡ് എന്താണെന്നുള്ളതൊന്നും അവിടെ ചിലപ്പം അവർ ശ്രദ്ധിച്ചോളുന്നില്ല. പിന്നെ ഹേർട്ട് എംപ്ലോയീസ് ഒരു നെഗറ്റീവ് കോൺസിക്വൻസസ് ആണ്. ഷെയർ ഹോൾഡർ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം അവിടെയൊക്കെ എംപ്ലോയീസിനെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഉണ്ടാവുക. കാരണം കൂടുതൽ പ്രോഫിറ്റ് വരണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീൻ്റെ ബെനിഫിറ്റും വേജും ഒക്കെ അവർ വെട്ടിച്ചുരുക്കുന്നുണ്ടാവാം. പിന്നെ ഏഴാമത്തെ പോയിന്റ് പറയുന്നത് കോർപ്പറേറ്റ് ഇൻവോൾവ്മെൻറ്റ് പൊളിറ്റിക്സ്. പിന്നെ മെയിനായിട്ട് ഗവൺമെൻറ് റെഗുലേഷനും ടാക്സും ഒക്കെ ഷെയർ ഹോൾഡറുടെ വാല്യൂവിനെ റെഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കമ്പനീസൊക്കെ വലിയ വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ അമൗണ്ട്സ് ഓഫ് മണിയും പവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മണിയും പവറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ സ്വാധീനിക്കും പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ. പുതിയ നിയമങ്ങളൊക്കെ അവർക്ക് അനുസൃതമായിട്ടായിരിക്കും അവർ ഇറക്കുന്നുണ്ടാവുക. പിന്നെ റോങ് അസംഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഷെയർ പ്രൈസ് കൂട്ടുക അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഷെയർ കൂട്ടുക എന്നൊക്കെ പറയുമ്പം അത് പല കാര്യങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് വേരിയേഷൻസ് അവിടെ ഉണ്ടാവാം. പിന്നെ ഒരു സ്പെക്കുലേഷൻ തന്നെയാണ്. കാരണം അതിൻ്റെ ഷെയർസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അതെപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ നോക്കുന്നത് വെച്ചാൽ സ്പെക്കുലേറ്റർ എപ്പോഴും നോക്കുന്നത് അവരുടെ ക്യാപിറ്റൽ അപ്രീസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. 3 ബേസിക് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സിൽ വരുന്നുണ്ട്, പ്രൊഫഷണൽ മാനേജേഴ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഈ വരുന്ന മൂന്ന് ആൾക്കാർ. ലക്ഷ്യങ്ങൾ 3 തരത്തിലായിരിക്കും ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഫെയർ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ സോഷ്യൽ ഗ്രൂപ്പ്സ്. അതായത് ഇവിടെ എല്ലാ ആളുകളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നില്ല. കാരണം ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് കമ്പനി ഈസ് നോട്ട് കൺസേൺ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രമല്ല, അവിടെ എംപ്ലോയിനെ നോക്കണം, കസ്റ്റമറെ നോക്കണം, ക്രെഡിറ്ററെ, ലോക്കൽ സൊസൈറ്റി, ലാർജ് ആൾസോ കണക്റ്റഡ് വിത്ത് ദ കമ്പനി. അപ്പോൾ ബിസിനസ് എൻ്റർപ്രൈസ് എപ്പോഴും സോഷ്യലി റെസ്പോൺസിബിളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ചില ഒബ്ലിഗേഷൻസ് ഒക്കെ അവർ മീറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷന് മാത്രമാണ് അവിടെ ചിലപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. വെൽത്ത് മാക്സിമൈസേഷൻ തന്നെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഇൻഡയറക്റ്റ് നെയിമാണെന്ന് മാത്രം. അപ്പോൾ ഇത്രയും പോരായ്മകളാണ് വാല്യൂ മാക്സിമൈസേഷനിൽ പ്രധാനമായിട്ട് പറയുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ബൗമൽ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. ഇതിൽ അക്കോർഡിംഗ് ടു ഹിം സെയിൽസ് വോളിയം ആൻഡ് നോട്ട് പ്രോഫിറ്റ് വോളിയം ഡിറ്റർമിൻ മാർക്കറ്റ് ലീഡർഷിപ്പ്. മെയിനായിട്ട് മാർക്കറ്റ് ലീഡർഷിപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകം ഒരു കമ്പനിക്ക് എത്രത്തോളം സെയിൽസ് കൂട്ടാൻ പറ്റുമോ, അല്ലാണ്ട് അവിടെ പ്രോഫിറ്റ് വോളിയം അല്ല വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു തിയറിയിൽ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിനെ കുറിച്ചാണ് മാക്സിമം ഇവിടെ പറയുന്നത്. എന്താണ് അപ്പോൾ ഈ സെയിൽസ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗമലിൻ്റെ ഒരു ഡെഫിനേഷനിൽ പ്രധാനമായിട്ടും ടോട്ടൽ സെയിൽസ് റവന്യൂ എത്രയാണോ അതിനെ മാക്സിമൈസ് ചെയ്യുക. അല്ലാണ്ട് സെയിൽസ് ലാർജ് ക്വാണ്ടിറ്റീസിൽ കൊടുക്കുക എന്നുള്ളതല്ല. മാക്സിമം മണി സെയിൽസ് നടത്താൻ നോക്കുക. അതുപോലെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും. അപ്പോൾ മാർജിനൽ കോസ്റ്റ് അവിടെ മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആയിട്ട് വരും എന്നുള്ളതാണ് ഈ ഒരു സെയിൽസ് മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് സിംഗിൾ പീരീഡ് ടൈം ഹൊറൈസൺ ഓഫ് ദ ഫേം. അതിനൊരു പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള കാര്യമാണ് ഇത് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇവിടെ മാക്സിമൈസ് ചെയ്യുന്ന ടോട്ടൽ സെയിൽസ് റവന്യൂ ആണ്. ലോങ് റണ്ണിലേക്ക് സെയിൽസ് റവന്യൂ കൂട്ടുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് കൺസ്ട്രൈൻഡ് എന്ന് പറയുന്ന കമ്പാരിറ്റീവ് ടേംസ് ഓഫ് കറണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഫേം എന്ന് പറയുന്ന ഒളിഗോപ്പൊളിസ്റ്റിക് ആണ്. കാരണം അതിൻ്റെ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് ആയിരിക്കും. ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ആൻഡ് റവന്യൂ കർവ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ടൈപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്.
ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മോഡലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് അത്ര ആവശ്യം വരുന്നില്ല. അതായത് ഫേം നീഡ് ടു മെയിൻറ്റെയിൻ മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് ടു കീപ് ഷെയർ ഹോൾഡേഴ്സ് സാറ്റിസ്ഫൈഡ് ആൻഡ് റിട്ടൈൻ ഫോർ ദ ഫ്യൂച്ചർ. എത്ര പ്രോഫിറ്റ് നമ്മൊരു ഫേമിന് അക്വയർ ചെയ്യാൻ പറ്റിയാലും അതിൻ്റെ ഒരു മിനിമം ലെവൽ അവരെപ്പോഴും ഷെയർ ഹോൾഡേഴ്സിനെയും ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി മാറ്റി വെക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഫേമിൻ്റെ നീഡ് മാക്സിമൈസ് സെയിൽസും ആ ഗ്രോത്തും ഒക്കെ കൂടുന്നതനുസരിച്ച് തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിനിമം പ്രോഫിറ്റ് എങ്കിലും മാറ്റി വെക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി എക്സാമിന് വേണ്ടി നമ്മൾ പറയുമ്പോൾ ഇനി അതിൻ്റെ ക്രിറ്റിസിസംസ് ആണ് അവിടെ പറയാനുള്ളത്. ഈ ഒരു സെയിൽസ് മാക്സിമൈസേഷൻ്റെ ലിമിറ്റേഷൻസ്. റോസൻബർഗ് ഹാസ് ക്രിറ്റിസൈസ്ഡ് യൂസ് ഓഫ് ദ പ്രോഫിറ്റ് കൺസ്ട്രെയിൻറ്റ് ഫോർ സെയിൽസ് മാക്സിമൈസേഷൻ ബൈ ബൗമൽ. ഇതിൽ ഡിഫിക്കൾട്ട് ടു സ്പെസിഫൈ എക്സാക്ട്ലി, എത്രയാണ് കൃത്യമായിട്ട് നമുക്ക് പ്രോഫിറ്റ് എന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ഒരിക്കലും നമുക്ക് മാക്സിമം സെയിൽസ് റവന്യൂ ഔട്ട്പുട്ടൊന്നും അസർട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞത് ഒളിഗോപ്പൊളിയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. കാരണം ഒരു കിങ്ക്ഡ് ഡിമാൻഡ് കർവാണ്. ആ ഒരു കിങ്ക് ഈസ് ലാർജ് ഇനഫ് ആണെങ്കിൽ ടോട്ടൽ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് എപ്പോഴും മാക്സിമം ആയിരിക്കും സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ തന്നെ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെയിൽസ് മാക്സിമൈസർ ഇൻ ജനറൽ പ്രൊഡ്യൂസ് ആൻഡ് അഡ്വർടൈസ് മോർ ദാൻ പ്രോഫിറ്റ് മാക്സിമൈസർ ഈസ് ഇൻവാലിഡ്. ഇവിടെ ജനറൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ അഡ്വർടൈസ് അതെപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസറേക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് ഇൻവാലിഡ് ആയിട്ട് മാറുന്നു. ആൻഡ് മൾട്ടി പ്രൊഡക്റ്റിൻ്റെ കേസാണെന്ന് വെച്ചാൽ അവിടെ ബൗമൽ ആർഗ്യൂ ചെയ്യുന്നത് റവന്യൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈൽഡും ഒക്കെ സെയിം റിസൾട്ട് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി വേറൊരു വീക്കൻസ് ഈ മോഡലിന് പറയുന്നത് ഇതിന് ഇൻ്റർഡിപ്പെൻഡൻസ് കൂടുതലാണ് ഓഫ് ദ പ്രൈസസ്. അതിൽ മെയിനായിട്ട് പറയുന്നത് ദാറ്റ് ഇറ്റ് ഇഗ്നോർസ് ദ ഇൻ്റർഡിപ്പെൻഡൻസ് ഓഫ് ദ പ്രൈസസ് ഓഫ് ഒളിഗോപൊളിസ്റ്റിക് ഫേം. മറ്റുള്ള ഒരു ഒളിഗോപൊളിസ്റ്റിക് ഫേമിനെ ഇൻ്റർഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അതിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 500 ഫേംസിനെ എടുത്ത സമയത്ത് കൺക്ലൂഷനിൽ എത്തിയത് ഡു നോട്ട് ഓപ്പറേറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് സെയിൽസ് മാക്സിമൈസേഷൻ. അവരെടുത്തപ്പം സ്റ്റഡീസിന് വേണ്ടിയിട്ട് 500 ഫേമിനെ എടുത്ത സമയത്ത് അതിൽ ഒരു ഫേമുകളും മിക്കവാറും സെയിൽസ് മാക്സിമൈസേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ടൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെയിൽസ് മാക്സിമൈസേഷൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഇനി യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും മാനേജറിയൽ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡ് ഡെവലപ്പ് ചെയ്ത ഒളിവർ ഇ വില്യംസൺ ആണ്. ഈ തിയറി അറിയപ്പെടുന്ന മാനേജറിയൽ ഡിസ്ക്രിപ്ഷൻ തിയറി എന്നാണ്. ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫേമിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സ് രണ്ടും സെപ്പറേറ്റ് ഗ്രൂപ്പുകളാണെന്നാണ് പറയുന്നത്. കാരണം ഷെയർ ഹോൾഡേഴ്സ് എപ്പോഴും അവർ ഇൻവെസ്റ്റ് ചെയ്തതിന് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനാണ് അവിടെ ശ്രദ്ധിക്കുക, അതായത് ഡിവിഡൻഡ് കൂടാൻ. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമൈസിങ് പ്രോഫിറ്റിനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. മാനേജേഴ്സ് എപ്പോഴും ചെയ്യുന്നത് എന്താണ്, പ്രോഫിറ്റിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ തീരുമാനിക്കുന്നത്. കാരണം അത് കൂടുന്ന സമയത്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ അവിടെ കൂടി കിട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മോഡലിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഓണർഷിപ്പ് മാനേജ്മെൻറ്റും രണ്ടാണെന്ന് പറയുന്നുണ്ട്. മിനിമം പ്രോഫിറ്റ് കൺസ്ട്രെയിൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഫേമിന്. അവരുടെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ വേണ്ടത്ര ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് കൺസ്ട്രെയിൻറ്റ് എപ്പോഴും ഉണ്ടാവും. പിന്നെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അപ്ലൈ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ഒരു മെയിൻ മോഡൽ എന്ന് പറയുന്നത് ഇവിടെ മാനേജേഴ്സ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ നമ്മൾ രണ്ടാണെന്ന് പറഞ്ഞു, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പും മാനേജ്മെൻറ്റും. അവർ കൂടുതലായിട്ട് നോക്കുന്ന എക്സ്പെൻഡിച്ചർ ഓൺ സ്റ്റാഫ്, എമ്യൂൾമെൻറ്റ്സ്, ഡിസ്ക്രിഷണറി ഫണ്ടുകൾ. യൂട്ടിലിറ്റി ഫംഗ്ഷൻ ഓഫ് മാനേജർ എപ്പോഴും ഉണ്ടാകുന്ന മാനേജർ കൊടുക്കുന്ന സാലറി, ജോബ് സെക്യൂരിറ്റി, പവർ, അവരുടെ സ്റ്റാറ്റസ്, പ്രസ്റ്റീജ്, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെയാണ്. അതിൽ സാലറി മാത്രമേ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ളൂ, മറ്റെല്ലാം നോൺ മെഷറബിൾ ആണ്. അപ്പോൾ നോൺ മെഷറബിൾ ആയിട്ടുള്ള വാരിയബിൾസിനെയൊക്കെ നോമിനൽ വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ മോഡലിൽ പറയുന്നത്. മാനേജേഴ്സ് എപ്പോഴും അവരുടെ യൂട്ടിലിറ്റി വൈഡ് റേഞ്ച് ഓഫ് വേരിയബിൾസ് ആയിരിക്കും പറയുണ്ടാവുക. അവരുടെ ഒബ്ജക്റ്റീവ് മാക്സിമൈസ് ചെയ്യുക, അവരുടെ യൂട്ടിലിറ്റിനെ പ്രോഫിറ്റിനെക്കാട്ടിലും യൂട്ടിലിറ്റി കൂടുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇതിൽ 3 കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റാഫിൻ്റെ എക്സ്പെൻഡിച്ചർ, കാരണം മാനേജർ എപ്പോഴും വി ലൈക്ക് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ആൻഡ് നമ്പർ ഓഫ് സ്റ്റാഫ് അണ്ടർ ഹിം. അവരുടെ താഴെ ഒരുപാട് ആളുകളെ ക്വാളിറ്റി കൂട്ടാനും ആളുകളെ കൂട്ടാനും ആയിരിക്കും അവർക്ക് താല്പര്യം. അങ്ങനെ വരുമ്പോൾ എന്താണ് ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ സാലറി, സ്റ്റാഫിൻ്റെ സാലറി കൂടും. വെൻ ദ നമ്പർ ഓഫ് സ്റ്റാഫ് അണ്ടർ ദ മാനേജർ കൂടുമ്പോൾ മാനേജർ വിൽ ഗെറ്റ് മോർ സാലറി, മോർ പ്രസ്റ്റീജ് ആൻഡ് മോർ സെക്യൂരിറ്റി എന്നുള്ളതാണ്. പിന്നെ എമ്യൂളിമെൻറ്റ്സ്, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ മാക്സിമം കൂടുക, അവർക്കുള്ള
കാർ ഫെസിലിറ്റി, ലക്ഷറീസ് ഓഫീസ് സ്റ്റാഫ് കാർ, കമ്പനി ഫോണ്, അങ്ങനെ അലവൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം അവിടെ ഉദ്ദേശിക്കുന്നത് എമൗണ്ട് ഓഫ് റിസോഴ്സസ് റിമെയിൻസ് വിത്ത് ദ മാനേജർ ബി ഏബിൾ ടു സ്പെൻഡ് ഹിസ് ഓൺ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചിലവാക്കാനുള്ള പൈസ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റുകൾ വാങ്ങുക, അഡ്വാൻസ്ഡ് ടെക്നോളജി, ഫർണിച്ചർ, ഡെക്കറേഷൻ മെറ്റീരിയൽ, ഇതൊക്കെ. ഇറ്റ് സാറ്റിസ്ഫൈ ദർ ഈഗോ ആൻഡ് ഗിവ്സ് ദം സെൻസ് ഓഫ് പ്രൈഡ്. കാരണം ഇതൊക്കെ വാങ്ങി ചിലവഴിച്ച് എനിക്ക് അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അതിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഈഗോ അല്ലെങ്കിൽ ഒരു പ്രൈഡ്, ഒരു അഭിമാനമൊക്കെ തോന്നുക എന്നുള്ളതാണ്. അതാണ് ഡിസ്ക്രിഷണറി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. മാനേജറുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഓവർ ആൻഡ് എബവ് ദ എമൗണ്ട് റിക്വയർഡ് ഫോർ ദ നോർമൽ ഓപ്പറേഷൻസ് ഓഫ് ദ ഫേമിൻ്റെ സാധാരണ എത്ര വരുന്നോ അതിനേക്കാൾ കൂടുതലായിട്ട് ഇതിനൊക്കെ ചിലവഴിക്കേണ്ടി വരികയാണ് പറയുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അത്ര നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് വേണ്ടിയിട്ടൊന്നും ആവശ്യമില്ല. ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പരീക്ഷയ്ക്ക് വരില്ല. മെയിനായിട്ട് ആക്ച്വൽ പ്രോഫിറ്റ്, റിപ്പോർട്ടഡ് പ്രോഫിറ്റ്, കൺസെപ്റ്റ് ചോദിച്ചാൽ ഈ ഒരു 3 കാര്യങ്ങൾ, ആക്ച്വൽ പ്രോഫിറ്റ്, റിപ്പോർട്ടഡ് പ്രോഫിറ്റ്, മിനിമം പ്രോഫിറ്റ്, ഡിസ്ക്രിഷണറി പ്രോഫിറ്റ്, 4 കാര്യങ്ങളാണ് പറയുന്നത്. ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പം ഫ്രം ദ ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ് ആൻഡ് സ്റ്റാഫ് എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യാം. റിപ്പോർട്ടഡ് പ്രോഫിറ്റ് എന്ന് പറയുമ്പം അവിടെ എമൗണ്ട്സ് ഓഫ് മാനേജറിയൽ സ്റ്റാക്ക്, എമോളിമെൻറ്റ്സ് ഒക്കെ ഡിഡക്റ്റ് ചെയ്യുക ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന്. മിനിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഫിറ്റിൻ്റെ പ്രത്യേകത ആഫ്റ്റർ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള പ്രോഫിറ്റ്, അതാണ് നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുന്നത്, അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടി. അപ്പോൾ മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല, ഷെയർ ഹോൾഡേഴ്സിന് ഡയറക്റ്റായിട്ട് കൊടുക്കില്ല. അവർക്ക് ബൾക്ക് സെയിൽ ഓഫ് ദെയർ ഷെയർസ്, ആ ഷെയർസ് എല്ലാം ഒരു ബൾക്ക് സെയിലായി നടത്തിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓണർഷിപ്പ് മറ്റുള്ള ആളുകളിലേക്ക് പോലും അത് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഡിസ്ക്രിഷണറി പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും മാനേജർക്ക് അവരുടെ ടാക്സും ഡിവിഡൻറ്റും ഒക്കെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം അത് എപ്പോഴും മാനേജറുടെ കയ്യിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോഫിറ്റ് ഡിസ്ക്രിഷണറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കോമൺ ആയിട്ട് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. മാനേജറൽ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ പഠിക്കുക, അതേപോലെ തന്നെ അതിൻ്റെ നേച്ചർ പഠിക്കുക, സ്കോപ്പ് പഠിക്കുക. ഇവിടെ ഇത്രയാണ് ആദ്യം നിങ്ങൾ മൈക്രോ എക്കണോമിക്സ്, മാക്രോ, എന്താണ് മാനേജറൽ എക്കണോമിക്സ് ഡെഫിനേഷൻ, നേച്ചർ, അതിൻ്റെ സ്കോപ്പ്, പിന്നെ അതിൽ പറയാനുള്ള പ്രിൻസിപ്പിൾസ്, എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, എന്താണ് ഇൻക്രിമെൻ്റലിസം, ടൈം പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്, ആ ഒരു 4 കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ വാല്യൂ മാക്സിമൈസേഷൻ എന്താണ് എന്നൊന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക, എന്തിനാണത് പറയുന്നത്. വാല്യൂ മാക്സിമൈസേഷനും ലിമിറ്റേഷനും, വാല്യൂ മാക്സിമൈസേഷൻ എന്താണെന്നുള്ള ലിമിറ്റേഷനും, പിന്നെ ബൗമൽസിൻ്റെ സെയിൽസ് മാക്സിമൈസേഷൻ എന്താണ് അതിൻ്റെ അസംഷൻസ്, വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ക്രിറ്റിസിസമാണ് സെയിൽസ് മാക്സിമൈസേഷൻ്റെ. പിന്നെ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ മോഡൽ എന്താണ്, അസംഷൻസ്, അത്ര മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ടും. ഇനിയുള്ള കൺസെപ്റ്റ് ഒന്നും ഇതുവരെ ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്രയും പോയിന്റുകൾ മാത്രം ഈ ഒരു എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് എന്താണെന്നുള്ളൊരു ഓവറോൾ ഞാനിവിടെ പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഈ ഒരു അടുത്ത ആഴ്ച തന്നെ എക്സാം ആയതുകൊണ്ട് പെട്ടെന്ന് ഓരോ ചാപ്റ്റർ വെച്ചൊന്ന് മാക്സിമം പറഞ്ഞു തരിക എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.